ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പുതിയ സീരീസ് നമ്മൾ ഇന്ന് തുടങ്ങുവാണ്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ SCRT സീരീസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് കൂട്ടത്തിൽ പഠിച്ച് പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പോർഷൻ അല്ല, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. കാര്യം ഈ മൂന്ന് ഇംഗ്ലീഷും മലയാളവും മാത്സും നമുക്ക് സെറ്റ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നമ്മുടെ റാങ്ക് നന്നായിട്ട് നമുക്ക് മുകളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ കൂട്ടത്തിൽ സയൻസും നമ്മുടെ SCRT പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു പുതിയൊരു ബുക്ക് എടുക്കുക, വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങുക, ഡേ 1 എന്ന് എഴുതുക. ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും ഇട്ടിരിക്കാം. നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മൂന്നും നിങ്ങൾ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം, അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് 14 ദിവസം എത്തുമ്പോഴേക്കും നമുക്ക് ആ മനസ്സിലാകും നമ്മുടെ എത്രത്തോളം നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ മലയാളത്തിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പം ഇനി ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ മാർക്കൊന്നും നോക്കണ്ട, പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിയുമ്പോഴേക്കും അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ആൻസർ എഴുതി നോക്കുക. അതായത് മലയാളത്തിന് എത്ര മാർക്ക് കിട്ടി, ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടി, മാത്സിന് എത്ര മാർക്ക് കിട്ടി, ഏത് ഏരിയ ആണ്. ഇപ്പം മാത്സ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് മാത്സിൻ്റെ മാർക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് പോകുന്നത്, ഏത് ഏരിയ ആണ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മുടെ SCRTയോടൊപ്പം തന്നെ നമുക്ക് ഇതും കൂടി നമുക്ക് കൂട്ടത്തിൽ പഠിച്ച് പോകാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 59/24 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് വർക്കിംഗ് ഹാർഡ്, അല്ലേ? ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ എന്താണ് നമുക്കിവിടെ ഗ്യാപ്പിൽ വരേണ്ടതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഈച്ച് ഓഫ് ദ എംപ്ലോയീസ്, ഈസ് ആണ് വരേണ്ടത്. ഓക്കെ, ഈസ്. അപ്പൊ അതിനൊരു റൂൾ ഉണ്ട്. എന്താണ് ഈച്ച് ഓഫ്? അതേപോലെ തന്നെ മറ്റു ഇതാണ് എ ഗ്രൂപ്പ് ഓഫ്, പിന്നെ ഏതാണ് എയ്തർ ഓഫ്, അതേപോലെ വൺ ഓഫ്, അല്ലേ? അതേപോലെ എവരി വൺ ഓഫ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എവരി വൺ ഓഫ്, പിന്നെ ഏതാണ് ഈച്ച് ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എയ്തർ ഓഫ്, വൺ ഓഫ്, എവരി വൺ ഓഫ്, നെയ്തർ ഓഫ്, നോട്ട് വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, വൺ എമംഗ് ദ, ആൻഡ് ഹാഫ്. അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. അതിൽ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ്, എയ്തർ ഓഫ്, വൺ ഓഫ്, ഈച്ച് ഓഫ് ഒക്കെയാണ്. ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തായിരിക്കും, പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ, പ്ലൂറൽ നൗൺ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വരേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബായിരിക്കണം. അപ്പോൾ ഇവിടെ എംപ്ലോയീസിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് എന്താണ്, സിംഗുലർ വെർബാണ്. അപ്പോൾ ഏതൊക്കെയാണ്, ഈച്ച് ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എയ്തർ ഓഫ്, വൺ ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ്, നോട്ട് വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, വൺ എമംഗ് ദ, വൺ ആൻഡ് ഹാഫ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കുക. അതിൻ്റെ ഒപ്പം പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ, കണ്ട, ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ വരേണ്ടത് എന്താണ്, സിംഗുലർ വെർബാണ്. നെക്സ്റ്റ് ആണ് ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഷീ അക്യൂസ്ഡ് മീ. ഈ അക്യൂസ്ഡ് ഒപ്പം വരേണ്ടത് എന്താണ്, അത് ഓഫ് ആണ്. ഓഫ്. ഓക്കെ, അക്യൂസ്ഡ് ഓഫ് ആ വരേണ്ടത്. അക്യൂസ്ഡ് ഓഫ്. ഇനി എന്താണ് വരേണ്ടത്, അതേപോലെ തന്നെ പ്രൗഡ് ഓഫ് ആണ് വരേണ്ടത്. പ്രൗഡ് കഴിയുമ്പോൾ ഓഫ് ആണ്. അവെയർ ഓഫ് ആണ് വരേണ്ടത്. തിങ്ക് ഓഫ്, അക്വിറ്റ് ഓഫ്, അഫ്രൈഡ് ഓഫ്. അവെയർ വന്നു കഴിഞ്ഞാൽ അതേപോലെ ബിവെയർ ഓഫ്, പിന്നെന്താണ് ഷുവർ ഓഫ്, എൻവി ഓഫ്. ഇതൊക്കെ ഒപ്പം കൂട്ടത്തിൽ വരേണ്ടത് ഏതാണ്, ഓഫാണ്. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്, ഷീ അക്യൂസ്ഡ് ഓഫ് ആണ് വരേണ്ടത്. അപ്പൊ ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നൺ ഓഫ്, ഇതൊക്കെ വരുമ്പോൾ എന്താണ് വരേണ്ടത്, നമ്മുടെ കൂട്ടത്തിൽ വരേണ്ടത് പ്ലൂറൽ നൗൺ ആണെങ്കിൽ വരേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം. അതേപോലെ അക്യൂസ്ഡ് ഓഫ്, അതേപോലെ പ്രൗഡ് ഓഫ്, അവെയർ ഓഫ്, അഫ്രൈഡ് ഓഫ്, ബിവെയർ ഓഫ്, തിങ്ക് ഓഫ്, അക്യൂറ്റ് ഓഫ്, എൻവി ഓഫ്, ഷുവർ ഓഫ്. ഇത്രയും കാര്യങ്ങളുടെ ഒപ്പം ഓഫ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മുടെ
ഏതാണോ ആ ഒരു എഴുതി വെക്കുക. ഒന്നാമത്തെ ഡേ വൺ എന്നിട്ടിട്ട് തന്നെ നിങ്ങൾ എഴുതുക ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത്. ഇപ്പൊ 59/24 എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതി വേണം പോകാനായിട്ട്. അപ്പൊ എത്ര ദിവസം കഴിയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഇൻഡെക്സ് ആയിട്ട് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, നല്ല രീതിക്ക് എഴുതി വെക്കണം. ചുമ്മാ ഷോർട്ട് നോട്ട് കുറിച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. അത് നല്ല നീറ്റായിട്ട് ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ എഴുതി വെച്ച് പോകണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ. ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ എന്താണ് 4 ആണല്ലേ വരേണ്ടത്. 4-5 years. ഓക്കെ, പോയിന്റ് ഓഫ് ടൈം അല്ലേ നമ്മളിവിടെ പറയുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. 5 years എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അവിടെ വരേണ്ടത് 4 ആണ്. അതായത് ഒരു പ്രവൃത്തി നടന്ന കാലത്തെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ 4 ഉപയോഗിക്കുന്നത് അല്ലെ. അവിടെ എന്താണ് വരേണ്ടത്? ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 6 months. ഒരു 6 മാസമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ for 2 hours. അതേപോലെ വരുന്നതാണ് മറ്റേത് for 2 hours അല്ല, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്, പോയിന്റ് ഓഫ് ടൈം അല്ല പറയുന്നത്, പീരീഡ് ഓഫ് ടൈം ആണ്. അതേപോലെ തന്നെ 4-6 years, 4-6 months. ഓക്കെ, അതേപോലെ തന്നെ അപ്പൊ എന്തായിരിക്കും സിൻസ് ഉപയോഗിക്കേണ്ടത്? സിൻസും 4ഉം ആണ് നമുക്ക് വ്യത്യാസം വരേണ്ടത് അല്ലെ എപ്പോഴും. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ എന്താണ്? പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ വേണ്ടത് സിൻസ് ആണ്, സിൻസ്. ഓക്കെ, അവിടെ എന്താണ്? ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1985. ഓക്കെ, സിൻസ് 1985. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? സിൻസ് ജാനുവരി അല്ലെ, ഒരു പോയിന്റ് ഓഫ് ടൈം മുതലാണ് സിൻസ് ജാനുവരി. അതേപോലെ എന്ത് പറയാം നമുക്ക്? സിൻസ് 9 o'clock അല്ലെ, ഒരു പോയിന്റ് ഓഫ് ടൈം മുതലാണ്. അപ്പൊ എന്താണ്? പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും, അതേപോലെ തന്നെ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ എന്താണ് വരേണ്ടത്? 4ഉമാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. സീന എന്താണ്? സീന കം, കമ്മിങ്, ഹാസ് കം, വിൽ കം. ഇവിടെ എന്താ വരേണ്ടത്? സീന വിൽ കം അല്ലെ, ഉറപ്പായും വരുന്ന കാര്യമാണ് അല്ലെ പറയുന്നത്. ഇവിടെ എന്ത് വരും? സീന വിൽ കം ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു പ്രവൃത്തിയാണ്, നടന്നിട്ടില്ല അല്ലെ. നാളെ കല്യാണത്തിന് ഉറപ്പായും അവൾ വരുമെന്നാണ്. അപ്പൊ ഇവിടെ വരേണ്ടത്, ഇവിടെ എന്താണ്? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റ് വേണം. അതിൻ്റെ ഒപ്പം എന്താണ് വരേണ്ടത്? വിൽ അല്ലെങ്കിൽ എന്ത് വേണം? ഷാൽ വേണം. വിൽ ഓർ ഷാൽ പ്ലസ് എന്താണ്? V1 ഫോം ആണ് വേണ്ടത്, V1. അതിൻ്റെ ഒപ്പം നമുക്കറിയാം ഐയും അതേപോലെ തന്നെ വി ആണെങ്കിൽ എന്താണ്? ഷാൽ വേണം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ യു, അതേപോലെ ഹി, പിന്നെന്താണ്? ഷീ, ഇറ്റ്, അതേപോലെ ദേ, ഇതിൻ്റെയൊക്കെ ഒപ്പമാണെങ്കിൽ എന്താണ് വരേണ്ടത്? അത് വില്ലാണ് വരേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? പിന്നെ ഇവിടുത്തെ എന്താണ്? ടുമാറോ കണ്ടോ? ടുമാറോ, നെക്സ്റ്റ് ഡേ ഇൻ 2026, അതേപോലെ ഡേ ആഫ്റ്റർ ടുമാറോ, സൂൺ, ഫോളോയിങ് വിത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറയണം? ഇവിടെ V1 ഫോർമാറ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? സബ്ജക്റ്റ് വിൽ ഓർ ഷാൽ പ്ലസ് V1 വേണം. ഇവിടെ എന്താണ്? സബ്ജക്റ്റ് ഉണ്ട്, വിൽ ഓർ ഷാൽ ആണ് അല്ലെ. നടക്കാൻ പോകുന്ന കാര്യമാണ്, ഭാവിയിലാണ്, നാളത്തെ വെഡിങ്ങിന് അവൾ വരുമെന്ന് അറ്റൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? വിൽ, അതേപോലെ V1 ഫോർമാറ്റ് ആയ കം വന്ന്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇവിടെ നമ്മൾ വവ്വൽസ് വെച്ചിട്ട് AEIOU അല്ലെ, ഈ വവ്വൽസ് വെച്ചിട്ട് നമുക്കറിയാം ഇവിടെ ആൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് കരുതി നമ്മൾ ആൻ കൊടുക്കും. പക്ഷെ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് യുനാനിമസ് എന്നാണ് അല്ലെ, യുനാനിമസ് ഡിസിഷൻ എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ വരേണ്ടത്? A ആണ്. അതേപോലെ മറ്റൊന്നാണ് യൂണിയൻ, ഉണ്ടാ യൂണിയൻ, അതേപോലെ യൂണിവേഴ്സിറ്റി, പിന്നെ വൺ ഐഡ് മാൻ, ഇതിൻ്റെയൊക്കെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം A ആണ് വരേണ്ടത്. യൂറോപ്യൻ, ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എന്ത് വരണം? അതേപോലെ ഈവ്, ഇതിൻ്റെ ഒപ്പം എല്ലായിടത്തും എന്താണ് വരേണ്ടത്? നമ്മുടെ A ആണ് വരേണ്ടത്, ആൻ അല്ല വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നോക്കാനായിട്ട്. യൂണിയൻ, യൂണിവേഴ്സ്, നമ്മൾ വായിക്കുക, പ്രൊനൗൺസിയേഷൻ നോക്കിയാണ് യുനാനിമസ് എന്നാണ് നമ്മൾ വായിക്കേണ്ടത് അല്ലെ. നെക്സ്റ്റ് നോക്കാം. വൺ ഹൂ ട്രീറ്റ് സ്കിൻ ഡിസീസ്. ആരാണ് സ്കിൻ ഡിസീസിനെ ചെക്ക് ചെയ്യുന്നത്? നമുക്കറിയാം ഡെർമറ്റോളജിസ്റ്റ് ആണ് അല്ലെ. സൈക്കോളജിസ്റ്റ് നമുക്കറിയാം, ഗൈനക്കോളജിസ്റ്റും അറിയാം. ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണിൻ്റെയാണ്. ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ സ്ത്രീകളുടെ അങ്ങനത്തെ കാര്യങ്ങൾ. സൈക്കോളജിസ്റ്റ് മെന്റലി അങ്ങനത്തെ കാര്യങ്ങളും. സൈക്യാട്രിയാണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസർ. ഡു യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ വരേണ്ടത് എന്താണ്? വെർബിന്റെ ING ഫോം ആണ്. അപ്പൊ അത് നിങ്ങൾ ഷോർട്ട് നോട്ടാക്കി തന്നെ പഠിച്ചു വെച്ചോളണം. ഡു യു മൈൻഡ്, ഡു യു മൈൻഡ് ആണെങ്കിൽ എന്ത് വരണം? വെർബ് പ്ലസ് ING ആയിരിക്കണം. വെർബ് പ്ലസ് ING വരണം. ഇനി വുഡ് യു മൈൻഡ് ആണെങ്കിലോ? വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് ആണെങ്കിൽ എന്ത് വരണം? വുഡ് യു മൈൻഡ് ആണെങ്കിലും ഇവിടെ വെർബ് പ്ലസ് ING ഫോം ആണ് വരേണ്ടത്. എങ്കിൽ വുഡ് യു ആണെങ്കിലോ? വുഡ് യു, വുഡ് യു ആണെങ്കിൽ എന്ത് വരണം? വെർബിന്റെ V1 ഫോം ആണ് വരേണ്ടത്. V1. വുഡ് യു ഹെൽപ്പ് മീ, നമുക്ക് അങ്ങനെ ചോദിക്കാം. വുഡ് യു ഹെൽപ്പ് മീ, വുഡ് യു ഹെൽപ്പ് മീ ക്യാരി ദീസ് തിങ്സ്, ക്യാരി ദീസ് തിങ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ വുഡ് യു വന്നു കഴിഞ്ഞാൽ ING ഫോം അല്ല വരേണ്ടത്, ഹെൽപ്പ് V1 ഫോം ആണ് വരേണ്ടത്. ഡു യു മൈൻഡിന്റെ ഒപ്പം വുഡ് യു മൈൻഡിന്റെ ഒപ്പം വെർബിന്റെ ING ഫോം ആണ് വരേണ്ടത്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് ദ ഹോംവർക്ക്, കണ്ടോ? അവിടെയൊക്കെ എന്താണ്? ING ഫോം തന്നെ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഈ രണ്ട് കീവേഡാണ് പഠിച്ചു വെക്കേണ്ടത്. ഡു യു മൈൻഡ് ആണെങ്കിൽ വെർബ് പ്ലസ് ING, വുഡ് യു മൈൻഡ് ആണെങ്കിൽ വെർബ് പ്ലസ് ING, വുഡ് ആണെങ്കിൽ വെർബിന്റെ V1 ഫോം ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ്? ഡോർമെന്റിന്റെ മീനിങ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? എന്താണ് ഡോർമെന്റ് എന്ന് പറയുന്നത്? ഇൻആക്റ്റീവ് ആണ്. ഇൻആക്റ്റീവ് ആയതിനെയാണ് നമ്മൾ ഡോർമെന്റ് എന്ന് പറയുന്നത്. എ ഡോർമെന്റ് വോൾക്കാനോ, ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ. അപ്പൊ ഇവിടെ എന്താണ്? ഇൻആക്റ്റീവ് ആണ് ഡോർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആന്റോണിംസ് എന്തൊക്കെയാ വരും? ആന്റോണിംസ് എന്തൊക്കെയാണ്? ആക്റ്റീവ് വരാം അല്ലെ, അതേപോലെ മൂവിങ് വരാം, പിന്നെ എന്ത് വരാം? എവേക്ക് വരാം, എവേക്ക്. കോൺഷ്യസ് വരാം, കോൺഷ്യസ്. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഡോർമെന്റിന്റെ ആന്റോണിംസ് ആണ്, ആന്റോണിംസ്. അപ്പൊ സിനോണിംസും പഠിച്ചു വെക്കാൻ നമുക്ക്. ഇൻആക്റ്റീവ് പഠിച്ചു, അതേപോലെ നമുക്ക് മറ്റേത് പറയാം സ്ലീപ്പിംഗ്, സ്ലീപ്പിംഗ്. പിന്നെ എന്താണ്? ഇനേർട്ട്, ഇനേർട്ട്. ഇതെല്ലാം എന്താണ്? ഈ ഡോർമെന്റിന്റെ ആന്റോണിംസ് ആണ്. അപ്പൊ ഡോർമെന്റിന്റെ മീനിങ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻആക്റ്റീവ്, ഇൻആക്റ്റീവ്. ആ ഒരു മീനിങ് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാക്കി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇൻആക്റ്റീവ്. എ ഡോർമെന്റ് വോൾക്കാനോ, എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അത് തന്നെ എഴുതി വെച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാകും. എ ഡോർമെന്റ് വോൾക്കാനോ, ഒരു ഇൻആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. ദ ഈവനിങ് വാസ് ഇവിടെ എന്താണ്? കമ്പാരിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അല്ലെ? ദാൻ വരുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് സൂചിപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? ഹോട്ടർ ആണ് വരേണ്ടത്. ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, അങ്ങനെയല്ലേ 3 വരുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. അതേപോലെ റെയർ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഗുഡ്, ഗുഡ് ആണെങ്കിൽ എന്താണ്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. കമ്പാരിറ്റീവ് വരുമ്പോൾ ബെറ്റർ വരും. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ എന്ത് വരും? ബെസ്റ്റ് വരും. അതേപോലെ തന്നെ എന്താണ്? ബാഡ്, അതേപോലെ ഈവിൾ, പിന്നെന്താണ്? ഇല്ല. ഇതിൻ്റെയൊക്കെ ഒപ്പം എന്താണ് വരേണ്ടത്? ഇതിൻ്റെയൊക്കെ ഒപ്പം വരേണ്ടത് വേഴ്സ്. വേഴ്സ് എന്ന കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? വേഴ്സ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ദാൻ ആണ്. ദാൻ വന്നു കഴിഞ്ഞാൽ ഹോട്ടർ ദാൻ, ടോളർ ദാൻ, സ്മോളർ ദാൻ, കണ്ടോ? അപ്പൊ അവിടെ എപ്പോഴും അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? നത്തിങ് വിൽ ഹാപ്പൻ. ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ? ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇവിടെ എന്താണിത്? നത്തിങ്. നത്തിങ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ടാഗിൽ എന്ത് വരില്ല? നെഗറ്റീവ് വേർഡ് വരില്ല. അപ്പൊ വോണ്ടും അല്ല, വുഡിൻറ്റും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വില്ലിറ്റ് അല്ലെങ്കിൽ വുഡിറ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വില്ലാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷനെ വില്ലിറ്റ് ആണ്. ഇനി കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നോർമലി ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. അത് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ആണ് ബെയർലി. ഓക്കെ, ബെയർലി. അതേപോലെ തന്നെ ഫ്യൂ. അതേപോലെ പിന്നെ എന്താണ്? ലിറ്റിൽ. ഓക്കെ, ലിറ്റിൽ ഉണ്ട്. ഹാർഡ്ലി, നെയ്തർ, റെയർലി, സ്കേഴ്സ്ലി, സെൽഡം, നെവർ.
ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താവണം? ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. ഫ്യൂ ലിറ്റിലും പഠിച്ചു. അതേപോലെ തന്നെ മറ്റൊന്നാണ് എ ഫ്യൂ. എ ഫ്യൂ എന്ന് പറയുന്നതും എ ലിറ്റിൽ എന്ന് പറയുന്നതും അവിടെ കുറച്ചുണ്ടെന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും പോസിറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ടാഗ് എന്താവണം? ഇത് രണ്ടുമാണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഇവിടെ? വില്ലിറ്റ് നമ്മളിപ്പം നമുക്ക് മനസ്സിലായി വില്ലിറ്റ് ആണെന്നുള്ളത്. ഇനി ഇവിടെ എന്താണ്? ഇറ്റ് എന്നുള്ളതിന് പകരം ചിലപ്പോൾ ദേ അങ്ങനെ പലതും തന്നിട്ടുണ്ടാകും. അപ്പൊ അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ്, ദാറ്റ്, നത്തിങ്, എനിത്തിങ്, എവറിത്തിങ്, സംതിങ്, ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ നമ്മുടെ എന്താണ് ടാഗിൽ വരുന്ന പ്രൊനൗൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ആയിരിക്കും കേട്ടോ, ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നത്തിങ് വിൽ ഹാപ്പൻ, വിൽ ഇറ്റ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 59/24 ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം, ശരിയായ പദമേത്? മലയാളമാണ് വരുന്നത് അല്ലെ. ശരിയായ പദമേത്? അഗാധത അല്ലേ, എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ശരി മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ശരി എന്താണ്? അഗാധത. ഇതാണ് നമ്മുടെ ശരിയായ പദം എന്ന് പറയുന്നത്. അപ്പൊ അഗാധം എന്ന് എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? അഗാധം. ഇതാണ് അഗാധം എന്ന് പറയുന്നത്. അപ്പൊ ശരിയായ പദം മാത്രം എഴുതി വെച്ച് പഠിക്കുക. നിങ്ങൾ എല്ലാം കൂടെ എഴുതിയിട്ട് തെറ്റ് പഠിച്ചു വെക്കുക. അതിൽ ശരിയെന്നല്ല പഠിച്ചു വെക്കേണ്ടത്. ശരിയായ പദം പഠിക്കുമ്പോൾ നിങ്ങൾ അത് മാത്രം അങ്ങ് എഴുതി പഠിക്കുക. ഓക്കെ, അതേപോലെ അനുഗ്രഹം. അനുഗ്രഹം എങ്ങനെ എഴുതേണ്ടത്? അനുഗ്രഹം, അനുഗ്രഹം. ഓക്കെ, അത് മാത്രം അങ്ങ് എഴുതി പഠിച്ചാൽ മതി. ലേൺ ബൈ ഹാർട്ട്. ലേൺ ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഹാർട്ട് ചെയ്യുക, ഹൃദിസ്ഥമാക്കുകയാണെന്ന് അല്ലെ. അപ്പൊ ഹൃദയത്തിൽ നിന്ന് കേൾക്കുക, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നൊന്നുമല്ല എന്താണ് ലേൺ ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ? ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ്. അതേപോലെ കുറച്ച് നോർമലി ചോദിക്കുന്നതാണ് ആഫ്റ്റർ തോട്ട്. എന്താണ് ആഫ്റ്റർ തോട്ട് എന്ന് പറഞ്ഞാൽ? ആഫ്റ്റർ തോട്ട് എന്ന് പറഞ്ഞാൽ പിൻബുദ്ധി. പിൻബുദ്ധിക്കാണ് നമ്മൾ ആഫ്റ്റർ തോട്ട് എന്ന് പറയുന്നത്, പിൻബുദ്ധി. ഓക്കെ, പിന്നെ എന്താണ്? കർട്ടൻ ലെക്ചർ. കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർട്ടൻ ലെക്ചർ. കർട്ടൻ ലെക്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തലയണ മന്ത്രത്തെ പറയുന്ന പേരാണ് കർട്ടൻ ലെക്ചർ എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഓഫ് ഹാൻഡ്. ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രത. അപ്പൊ ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രണാതീതം. അതിനെയാണ് നമ്മൾ ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആഫ്റ്റർ തോട്ട് പിൻബുദ്ധിയാണ്, ലേൺ ബൈ ഹാർട്ട് ഹൃദിസ്ഥമാക്കുക, കർട്ടൻ ലെക്ചർ തലയണ മന്ത്രം, ഔട്ട് ഓഫ് ഹാൻഡ് നിയന്ത്രണാതീതം. ഈ 4 നിങ്ങൾ പഠിച്ചാൽ മതി ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എന്താണ്? ലേൺ ബൈ ഹാർട്ട് ഹൃദിസ്ഥമാക്കുക, ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി, കർട്ടൻ ലെക്ചർ തലയണ മന്ത്രം, ഔട്ട് ഓഫ് ഹാൻഡ് നിയന്ത്രണാതീതം. ജന്മം മുതൽ എന്നതിന് ഒറ്റപ്പദം. ജന്മം മുതൽ എന്താണ്? ആ ജന്മം അതെയാണ് നമ്മൾ ജന്മം മുതൽ എന്ന് പറയുന്നത്. മഞ്ഞ എന്നതിന്റെ പര്യായം അല്ലാത്ത പദം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് മഞ്ഞിന്റെ പര്യായമാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. ഇവിടെ ഏതാണ്? ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, നീഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, തുഷാരം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. അപ്പൊ ഹരണം എന്താണ്? ഹരണം എന്ന് പറഞ്ഞാൽ മാനാണ് ഹരിണം. ഓക്കെ, അതിന്റെ മറ്റൊന്നാണ് കുരങ്കം. കുരങ്കം എന്ന് പറഞ്ഞാൽ മാനാണ്, സാരംഗം എന്ന് പറഞ്ഞാൽ മാനാണ്. അപ്പൊ നിങ്ങൾ മാനിന്റെ പര്യായവും കൂടി കൂട്ടത്തിൽ പഠിച്ചു വെച്ചോ. പഠിക്കേണ്ട എന്താണ്? മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ് ഹിമം, നീഹാരം, തുഷാരം. മാനിന്റെ പര്യായമാണ് ഹരിണം, കുരങ്കം, സാരംഗം എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം, ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം. ദുഷ്ടൻ എന്താണ്? ശിഷ്ടനാണ്. ദുഷ്ടന്റെ വിപരീതം ശിഷ്ടനാണ്. എങ്കിൽ പഠിച്ചു വെച്ചു, 2 എണ്ണം കൂടി പഠിച്ചു വെച്ചു. പരാധീനം. പരാധീനം എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതമാണ് സ്വാധീനം. സ്വാധീനം, പരാധീനം. പിന്നെ എന്താണ്? ജഡം. ജഡം എന്താണ്? ചേതനം. ചേതനം. ഓക്കെ, ചേതനയറ്റത് ശരീരത്തെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. അപ്പൊ ജഡം ചേതനമാണ്. ദുഷ്ടൻ ശിഷ്ടനാണ്. ദുഷ്ടൻ, ദുഷ്ടി എന്നൊന്നും എഴുതി വെക്കരുത്. അത് ദുഷ്ടൻ എന്താണ്? അതിന്റെ വിപരീതം ശിഷ്ടനാണ്. ദുഷ്ടൻ ശിഷ്ടൻ, പരാധീനം സ്വാധീനം, ജഡം ചേതനം. വിള പുറത്തിട്ട് വേലി കെട്ടരുത്. എന്താണ് അതിന്റെ ശൈലി എന്ന് പറയുന്നത്? വിള പുറത്തിട്ട് വേലി കെട്ടരുത്. വിളയെ ശരിയായി സംരക്ഷിക്കുന്നു. തെറ്റാണ്. വേലി നല്ല ബലമുള്ളതായിരിക്കണം. പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. വിള നന്നാവാൻ വേലി കെട്ടണം. എന്താണ്? വിള പുറത്തിട്ട് വേലി കെട്ടരുത്. അതായത് നമുക്ക് ഇതിനെ ഈ ഒരു ചെടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ കൊണ്ട് ചുറ്റും വേലി കെട്ടിട്ട് കാര്യമുണ്ടോ? അല്ല. അതിന് എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ടത് എന്താണോ അതിനുള്ളിലാക്കിയിട്ട് വേണം അല്ലെ. പ്രധാനപ്പെട്ടതിനെ നമ്മൾ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീക്കനൽ എന്താണ്? തീ പ്ലസ് കനലാണ് തീക്കനൽ. തീ പ്ലസ് കനലാണ് തീക്കനൽ.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 2-3 കൂടി പഠിച്ചു വെക്കാൻ നമുക്ക്. മേന്മ എപ്പോഴും ചോദിക്കുന്നതാണ്. മേന്മ മേന്മ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതേണ്ടത്? മേൽ പ്ലസ് മായാണ് മേന്മ. അടുത്തത് അത്യന്തം. അത്യന്തം എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതേണ്ടത്? അതി പ്ലസ് അന്തമാണ് അത്യന്തം. അതി പ്ലസ് അന്തം അത്യന്തം. ഓക്കെ, ധനത്തിൽ. ധനത്തിൽ എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ധനത്തിൽ. ധനം പ്ലസ് ഇല്ലാണ് ധനത്തിൽ. ഓക്കെ, ഇനി എന്താണ്? നിങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? നിങ്ങൾ. നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 പഠിച്ചു വെച്ചോ കൂട്ടത്തിൽ. ഓക്കെ, തീക്കനൽ എന്ന് പറഞ്ഞാൽ തീ പ്ലസ് കനലാണ്. മേന്മ മേൽ പ്ലസ് മ. അത്യന്തം അതി പ്ലസ് അന്തമാണ്. ധനത്തിൽ ധനം പ്ലസ് ഇല്ലാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നിൻ പ്ലസ് കള്ളാണ്. നെക്സ്റ്റ് നോക്കാം. എന്താണ്? സ്ത്രീലിംഗം പുല്ലിംഗമാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്ത്? നായകൻ. നായികയാണ്. നായിക. നായകൻ നായിക. അങ്ങനെയാണെങ്കിൽ സന്യാസി എന്താണ്? സന്യാസി. സന്യാസിനിയാണ്. ദൂതനാണെങ്കിൽ ദൂതി. രക്ഷകൻ രക്ഷിക. അതേപോലെ നമുക്ക് കുറച്ച് എഴുതി പഠിക്കാം. ഓക്കെ, എന്താണ്? ലേഖകൻ. ലേഖകൻ. എന്താണ് ലേഖകൻ്റെത്? ലേഖികയാണ്. ലേഖിക. അതേപോലെ പ്രഭു. പ്രഭു ആണെങ്കിൽ എന്താണ്? പ്രഭു. പ്രഭ്യു ആണ്. പ്രഭ്വി. പിന്നെ ഉള്ളതാണ് ചാക്യാർ. ചാക്യാറിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ചാക്യാർ. ഇല്ലൊടമ്മ. ഇല്ലൊടമ്മയാണ് ചാക്യാർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? വാര്യർ. വാര്യർ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? വാരസ്യാർ. വാരസ്യാർ ആണ്. ഓക്കെ, അപ്പൊ ലേഖകൻ ലേഖിക, പ്രഭു പ്രഭ്യാണ്, ചാക്യാർ ഇല്ലൊടമ്മ, വാര്യർ വാരസ്യാറാണ്, നായകനാണെങ്കിൽ നായിക. ശബ്ദം എന്ന പദം എന്നർത്ഥം വരാത്ത പദം ഏത്? ശബ്ദം എന്ന അർത്ഥം വരാത്തതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ശബ്ദത്തിന്റെ ഇത് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? രവം ശബ്ദമാണ്. സ്വനം ശബ്ദമാണ്. ധ്വനിയും എന്താണ്? ശബ്ദമാണ്. അപ്പൊ അല്ലാത്തതെന്ന് പറയുന്ന ഏതാണ്? വാണിയാണ്. വാണി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്. വാക്കിന്റെ പര്യായങ്ങളാണ് എന്തൊക്കെ? വാണി. അതേപോലെ ഭാഷ. അതേപോലെ പദം എന്നൊക്കെ പറയുന്നത് വാക്കിന്റെയാണ്. വാക്ക്, വാണി, പദം, ഭാഷ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ശബ്ദത്തിന്റെ അർത്ഥം പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് പര്യായമായിട്ട് വരേണ്ടത്? രവമുണ്ട്, സ്വനമുണ്ട്, ധ്വനിയുണ്ട്. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ധ്വനി എന്നർത്ഥം വരുന്നത് ഏത്? തിരിച്ചായിരിക്കാൻ ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അവരെ ബഹുമാനിച്ച് പറയുന്നതാണ്. അപ്പൊ അവിടെ ഏതാണ്? ഗുരുക്കൾ അല്ലെ, അതൊക്കെ പൂജക ബഹുവചനമാണ്. അവർകൾ, വൈദ്യർ, അധ്യാപകന്മാർ, അതാണ് ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. അധ്യാപകന്മാർ അവിടെ ആണുങ്ങളെയാണ് അല്ലെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പൂജക ബഹുവചനത്തിന് വരുന്ന പ്രത്യയങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അറ് വരും, മാറ് വരും, അതേപോലെ കള്ള് വരും. ഓക്കെ, എങ്ങനെയാണ്? തിരുവടികൾ, നിങ്ങൾ, അതേപോലെ ദ്രോണർ, അതേപോലെ എന്താണ്? വൈദ്യർ, ഭീഷ്മർ, ഇതെല്ലാം എന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, 59/24 മലയാളവും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മാത്സ് ആണ് വരുന്നത്. 13/125 ദശാംശ രൂപം എന്താ? ഈ ദശാംശ രൂപം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് പരീക്ഷാ ഹാളിൽ ഇരുന്ന് 13/125 എന്ന് ചെയ്യുന്നതിലും എളുപ്പം എന്ന് പറയുന്നത് ഈ 125 എന്ന് പറയുന്നത് 125, അതേപോലെ 25, 50 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് 25 ആണെങ്കിൽ നമുക്കതിനെ മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെ 25 ആണെങ്കിൽ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ 100ലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതേപോലെ 125 ആണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 125 അല്ലേ, നമുക്ക് അത് വെച്ച് നോക്കാം. 13/125 എന്ന് പറയുന്നത് 13/125. ഈ 125നെ നമുക്ക് 8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അത് 1000 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 125 ആണെങ്കിൽ 8 ആണെന്നുള്ളത് ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 125 8 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 1000 ആണ്. 13 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 104 ആണ്. ഇനി എന്ത് ചെയ്യണം? 104/1000 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഡിനോമിനേറ്ററിൽ 3 പൂജ്യമാണുള്ളത്. സോ പോയിന്റ് കഴിഞ്ഞ് നമുക്ക് 3 ഡിജിറ്റ് വേണം. സോ ആൻസർ എങ്ങനെ വരും? 0.104. ഇതാണ് നമ്മുടെ ആൻസർ. 0.104. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ 25 ആയിരുന്നെങ്കിലോ? ഇവിടെ ഇപ്പൊ നമുക്ക് 13/25 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ മുകളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 13/50 എന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 100ലേക്ക് എത്താൻ പറ്റും. 26/100 എന്ന് വന്നേനെ. അങ്ങനെ ഏറ്റവും എളുപ്പത്തിലേക്ക് മാറ്റാവുന്നതിലേക്ക് വേണം നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. 125 ആയിരിക്കും മിക്കപ്പോഴും നമുക്ക് തരുന്നത്. അത് 8 ആണെന്ന് ഓർത്ത് വെക്കുക. 125നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1000 ആണ്. നെക്സ്റ്റ് നോക്കാം. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ
കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിൽ ചെയ്യാം. ആദ്യം നമുക്ക് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കണ്ടുപിടിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ പി ഇൻറ്റു എന്താണ് 1+r/100 ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്? ഇവിടെ 10,000 ആണ് അല്ലേ? 10,000 ആണ്. അതേപോലെ എത്രയാണ്? 1+ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5/100 എത്രയാണ്? 2 വർഷത്തേക്കാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 10,000 ഇവിടെ 100ഉം ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 × 1 100, 100 + 5 എന്ന് പറയുമ്പോൾ 105. 105/100 ഇൻറ്റു ഇവിടെ 2 തവണയല്ലേ, സോ 105/100 എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ 0 എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇവിടുത്തെ 0 ഒക്കെ കട്ടായി പോകും. ആൻസർ എന്ന് പറയുന്നത് 105 × 105 വരും. ആൻസർ എന്ന് പറയുന്നത് 11,025. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ഇതിന്റെ എളുപ്പവഴി എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 2 വർഷത്തെ പലിശ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കോഡ് വേർഡ് ഉണ്ട് 1 to 1 എന്ന് പറയുന്ന കോഡ് വേർഡ് എഴുതുക. 2 വർഷം ആയതുകൊണ്ടാണ് 1 to 1 എടുത്തത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. 2 വർഷത്തിന് 1 to 1 ആണെന്നുള്ളത്. ബാക്കി നമുക്ക് അടുത്തത് നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഓരോന്ന് പഠിക്കാം. ഇപ്പൊ 2 വർഷത്തിന്റെ കോഡ് 1 to 1 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എത്രയാണ് ഇവിടെ നിങ്ങൾ ആദ്യം എഴുതേണ്ടത്? എത്രയാണോ നിങ്ങളുടെ എമൗണ്ട് അത് അങ്ങ് ഇവിടെ എടുത്ത് എഴുതുക. 10,000. ഇവിടെ എന്ത് ചെയ്യുക? അതിന്റെ എത്ര ശതമാനമാണ്? 5% അല്ലേ പലിശ. അപ്പൊ അതിന്റെ 5% കണ്ടുപിടിക്കുക. 10,000ത്തിന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലെ. ഈ പറയുന്ന 10,000ത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 1 0 കട്ട് ചെയ്യണം. അതിന്റെ 5% എന്ന് പറയുമ്പോൾ വീണ്ടും അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ ഇവിടെ എത്ര വരും? 5% എന്ന് പറയുന്നത് എടുത്തെഴുതുക 500 ആണ്. ഇനി അത് എന്ത് ചെയ്യുക? ഇതിന്റെ വീണ്ടും നമുക്ക് ഇതിന്റെ 5% കണ്ടുപിടിക്കുക. അപ്പൊ എത്ര വരും? 500ന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്ക് 1 0 കട്ട് ചെയ്ത് നമുക്ക് 10% 50 ആണെങ്കിൽ 5% എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ആൻസർ എത്ര വരും? 1 × 10,000 10,000 വരും. 2 × 500 എന്ന് പറയുന്നത് 1000 വരും. 1 × 25 എന്ന് പറയുന്നത് 25 ആണ്. ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും? 11,025 എന്ന് വരും. ഇനി നമ്മളോട് ചോദിക്കുവാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 1,025 രൂപയാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശയാണെങ്കിൽ എത്രയായിരിക്കും? ഈ 1000 രൂപ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് കോളമില്ലേ, അതായിരിക്കും നമ്മുടെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരാൾ ഒരു ബാങ്കിൽ സാധാരണ പലിശയ്ക്കും മറ്റൊരാൾ കൂട്ടുപലിശയ്ക്ക് കിട്ടും. അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 25 ആയിരിക്കും. അപ്പൊ എന്താണ്? 2 വർഷമാണ് പറയുന്നത്. 2 വർഷത്തിന്റെ കോഡ് എന്ന് പറയുന്നത് 1 to 1 ആണ്. അവിടെ ചെയ്യേണ്ടത് 1ന്റെ താഴെ നമ്മൾ എത്രയാണോ എമൗണ്ട് അത് ആദ്യം എടുത്തെഴുതുക. അടുത്ത് എന്ത് ചെയ്യണം? അതിന്റെ 5% ആണ് പലിശ പറഞ്ഞിരിക്കുന്നത്. ആ പലിശ അങ്ങ് എടുത്തെഴുതുക. എല്ലാം കൂടി കൂട്ടിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഏത് സംഖ്യയുടെ 75% 15 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സംഖ്യയുടെ 75% 15? അപ്പൊ നമുക്കറിയില്ല അല്ലെ, സംഖ്യ നമുക്കറിയില്ല. ഇവിടെയും നമുക്ക് 2 തരത്തിൽ പ്രോബ്ലം ചെയ്യാം. ഏതോ ഒരു സംഖ്യയുടെ 75% 15 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ സംഖ്യ നമുക്ക് എക്സ് ആക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 15 × 100 / 75 വരും. 75ഉം 15ഉം കൂടി കട്ടായി പോകും 5 തവണ. 100/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ആണ്. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 20 ആണ്. ഇനി അടുത്ത തരത്തിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്നത്? 75% 15 ആണെങ്കിൽ 100% എത്ര? അതാണ് നമ്മുടെ സംഖ്യ നമുക്ക് തന്നിരിക്കുന്ന എന്താണോ അത് എപ്പോഴും 100%-ത്തിലായിരിക്കും. അപ്പൊ 75% 15 ആണെങ്കിൽ 100% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എടുത്തെഴുതുക, 1 എണ്ണം ഉള്ളതിനെ താഴെ എടുത്തെഴുതുക. ആൻസർ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2. അതായത് 1:2 ആണ് അംശബന്ധം. അതായത് എങ്ങനെയാണ്? നമുക്ക് എക്സ് ആക്കി കൊടുക്കാം അല്ലെ. x=2x എന്ന് വരും. എക്സ് ആണ് ആ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ 1:2 എന്ന് പറഞ്ഞ് എഴുതി കഴിയണതും 5:10 രണ്ടും സെയിം തന്നെയല്ലേ. ഇതിനെ നമ്മൾ എന്താ 5 എന്ന് പറയുന്ന ഒരു കോമൺ എലമെന്റ് കൊണ്ട് കട്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ കോമൺ എലമെന്റ് നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പോൾ x=2x എന്ന് വന്നു.
ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ചെറിയ കോണിന് നമ്മൾ എന്ത് ചെയ്തു? 6 കൂട്ടി. വലിയ കോണിന് നമുക്ക് ഈ ശതമാനത്തിന് ഈ 1:2 നമുക്ക് ഈ 1/2 എന്നും കൂടി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ചെറിയ കോണിന് 6 കൂട്ടി. ഇനി എന്താണ് പറയുന്നത്? വലിയ കോൺ 6 ഡിഗ്രി കുറച്ചു. വലിയ കോൺ എന്ന് പറയുന്നത് 2x അല്ലേ? അതിൽ നിന്ന് നമ്മൾ 6 ഡിഗ്രി കുറച്ചപ്പോൾ നമുക്ക് പുതിയ അംശബന്ധം കിട്ടി. ആ അംശബന്ധം എത്രയാണ്? 2/3 ആണ് അംശബന്ധം. അതാണ് 2:3 എന്ന് പറയുന്നത്. നമുക്ക് 2/3 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും ആൻസർ? 3 × x + 6 = ഇവിടെ എന്ത് വരും? 2 × 2x - 6 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആൻസർ എത്ര വരും? 3x + 18 = ഇവിടെ എത്ര വരും? 4x - 12 എന്ന് വരും. ഓക്കെ, എക്സ് എല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ വരും? ഇവിടെ 18 + 12 എന്ന് വരും. ഇവിടെ ഒരു 4x ഓൾറെഡി ഉണ്ട്, അതിനിപ്പുറം വരുമ്പോൾ -3x ആയിട്ട് വരും. 18ഉം 12 കൂടി കൂട്ടുമ്പോൾ 30 കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എത്രയാണ്? ഇത് 30 ആയിരിക്കും. ഇത് എത്രയാണ്? 60 ആണ്. സോ ആദ്യത്തെ കോൺ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ 30 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് അംശബന്ധവും അനുപാതവുമാണ്. ഇത് ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ വലുതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ചിലപ്പോൾ ചോദിക്കും ഇതിൽ വലിയ കോൺ എത്ര? അപ്പൊ എത്രയായിരിക്കും വലിയ കോണിന്റെ അളവ്? 60 ആണ്. ഓക്കെ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ എന്താ? ഒരു സംഖ്യ, അപ്പൊ നമുക്കറിയില്ല, സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുത്തു. സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യ, ഇതാണ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടാ, ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പിന്നെ എളുപ്പമാണ്. 5x എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 3x + 12 എന്ന് വരും. 5x - 3x എന്ന് പറയുന്നത് 12 ആണ്. 5xൽ നിന്ന് 3x കുറക്കുമ്പോൾ 2x കിട്ടും, അത് 12 ആണ്. x എന്ന് പറയുന്നത് 12/2 6 ആണ് എക്സിന്റെ വാല്യൂ. അപ്പൊ ഏതാണ് സംഖ്യ എന്ന് പറയുന്നത്? 6 ആയിരിക്കും. ഓപ്ഷൻ എ 6 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സമഭുജ സാമാന്ത്രികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? അത് പഠിച്ചു വെക്കേണ്ടതാണ്. സമഭുജ സാമാന്ത്രികം എന്ന് പറയുന്നത് ഇതിനെയാണ് നമുക്ക് സമഭുജ സാമാന്ത്രികം എന്ന് പറയുന്നത്. ഇത് അതിന്റെ D1, ഇത് അതിന്റെ D2 ആണെങ്കിൽ അതിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് ½ D1 D2. ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? വികരണങ്ങളാണ്. അപ്പൊ വികരണങ്ങളുടെ എന്താണ്? ഗുണനഫലത്തിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? വികരണത്തിന്റെ വർഗത്തിന്റെ പകുതിയല്ല, വികരണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. ഇതാണ് വികരണത്തിന്റെ ഗുണനഫലങ്ങൾ, അതിന്റെ പകുതിയായിരിക്കും സമഭുജ സാമാന്ത്രികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇത് ഇവിടെ an + b ആണ്. ഓക്കെ, an + b ആണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ സമാന്തര ശ്രേണിയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ എന്നിന്റെ കൂട്ടത്തിൽ എന്താണോ, എന്നിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാര്യം ഇപ്പൊ ഇതാണ് സംഭവം. ഇനി n പദങ്ങളുടെ തുകയാണെങ്കിൽ അത് an² + b ആയിരിക്കും n പദങ്ങളുടെ തുക. അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഇപ്പൊ 2, 4, 6, 8, 10 ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി. ഇങ്ങനെ പോകുവാണ്. ഇവിടെ nth ടേം എന്ന് പറയുന്നത് an എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്താണ് ഇക്വേഷൻ? a + n - 1 × d ആണ്. കണ്ടാ, ഇവിടെ nth ടേം എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് n - 1 എന്ന് പറയുന്നത് എത്രയാണ്? n - 1 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസും 2 തന്നെയാണ്. ഇവിടെ ആൻസർ എങ്ങനെ വരും? 2 + 2 n - 2 എന്ന് വരും. ആൻസർ വരേണ്ടത് 2n. ഉണ്ടോ? ഇതാണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. 2n + 0 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സമാന്തര ശ്രേണി മാറ്റിത്തരാം. 3, 5, 7 തരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കറക്റ്റ് മനസ്സിലാകും. ഇവിടെ a എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ nth ടേം എന്ന് പറയുന്നത് എങ്ങനെ വരും? a + n - 1 × d ആണ്. a എന്ന് പറയുന്നത് 3 ആണ്. 3 + n - 1 എന്ന് പറയുമ്പോൾ എത്ര വരും? n - 1 × 2. 3 + ഇവിടെ എത്ര വരും? 2n - 2 എന്ന് വരും. 2n ഇവിടെ എത്ര വരും? +1 എന്ന് വരും. 3ൽ നിന്ന് 2 കുറക്കുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ. 2n + 1 ഇതാണ് ബീജഗണിത രൂപം. അപ്പൊ an + b ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതുവാണ്?
3n+5 എന്ന് തന്നു. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിന്റെ കൂട്ടത്തിൽ എന്താണോ അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇവിടെ ഞാൻ തരുവാണ് 10n+5 എന്ന് തന്നു. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമായാൽ അതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? അത് 10 ആയിരിക്കും. എന്നിന്റെ കൂടെ എന്താണോ അതാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര? ക്ലോക്കിലെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. 9:30 ക്ലോക്കിലെ സമയം. ഇവിടെ എത്രയാ? എങ്ങനെയാണ് ഇക്വേഷൻ? 30h - 11/2m. ഇക്വേഷൻ അതാണ് 30h - 11/2m. ഇവിടെ എത്ര വരും? 30 × 9 - 11/2 മിനിറ്റ് എത്രയാണ്? 30 അല്ലെ. h എന്ന് പറയുന്നത് മണിക്കൂറും m എന്ന് പറയുന്ന മിനിറ്റുമാണ്. 270 ഇവിടെ കട്ടായി പോകും, ഇവിടെ 15 വരും. 11 × 15 എന്ന് പറയുന്നത് 165 ആണ്. ആൻസർ എത്ര വരും? 105 ഡിഗ്രി. ഓക്കെ, ഈ തന്നിരിക്കുന്ന ആൻസർ 180നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? അത് 360 നിന്ന് കുറച്ച് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി, എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിന്റെ വില എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. 25% കിഴിവിലാണ് മേടിച്ചിരിക്കുന്നത്, അതിൽ 200 രൂപ കിഴിവ് കിട്ടി. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. 25% എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 200 രൂപ അല്ലെ. 20% കിഴിവ് കൊടുത്തതുകൊണ്ടാണ് 200 രൂപ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വില 100% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. കട്ടായി പോകും. 100ൽ 25 എത്ര വട്ടം? 4 തവണ. 200 × 4 എന്ന് പറയുന്നത് 800 രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡിസ്കൗണ്ട് എത്രയാണോ കൊടുത്തത് അത് ഡിവൈഡ് ബൈ ആകെ വില ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്ന എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അറിയാം 25 ആണ്, ഡിസ്കൗണ്ട് അറിയാം 200 ആണ്, ആകെ വില നമുക്കറിയില്ല അല്ലെ. ആകെ വില ഇൻറ്റു 100. ആകെ വില നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ആകെ വില എന്ന് പറയുന്നത് 200 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 ആണ്. ആൻസർ എത്ര വരും? 800 വരും. ഓക്കെ, ഇവിടെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തോട്ടെ, ഞാനൊരു മതിലാണ് കെട്ടുന്നത്, അതിൽ ഞാൻ 10 പേരെ കൊണ്ടുവന്നാലും 100 പേരെ കൊണ്ടുവന്നാലും ഈ മതിലിന്റെ നീളം നമുക്ക് ഇത്രയും പണിതാൽ മതി, അത് അത്രയും തന്നെയായിരിക്കും. അപ്പോൾ അവിടെ എന്താണ് അതിന്റെ മീനിങ്? അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? എത്ര പേര് കൊണ്ടുവന്നു, എത്ര ആൾക്കാരെ എത്ര മണിക്കൂർ ചെയ്താലും M2 ആൾക്കാരെ H2 മണിക്കൂർ ചെയ്താലും വർക്ക് അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ M1 തൊഴിലാളികൾ 15 ആൾക്കാർ 48 മണിക്കൂർ കൊണ്ട് ചെയ്ത ജോലി എന്താണ്? 30 മണിക്കൂറിൽ തീർക്കണം. അപ്പൊ ആൾക്കാരുടെ എണ്ണം എത്രയാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഇവിടെ എത്രയാണ്? H2 എന്ന് പറയുന്നത് 30 ആണ്. എന്ത് ചെയ്യുക? നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 48 ഡിവൈഡ് ബൈ 30 എന്ന് വരും, കട്ടായി പോകും. ഇവിടെ 2 വരും. 48 ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? M2 24 ആൾക്കാരാണ് വേണ്ടത്. സോ ഓപ്ഷൻ ബി 24. ഈ ക്വസ്റ്റ്യൻ തന്നെ പല തരത്തിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നത് എത്ര ആളുകൾ വേണമെന്നായിരിക്കും, ചിലപ്പോൾ ചോദിക്കുന്നത് ഇനി എത്ര ആളുകൾ കൂടി വേണം എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി എത്ര പേരുണ്ട്? 15 പേര് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എത്ര വേണം? 24ലേക്ക് എത്താനായിട്ട് ബാക്കിയുള്ള ആ 9 പേരും കൂടി വേണം. ആ ക്വസ്റ്റ്യൻ അപ്പോൾ എപ്പോഴും ടെസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ 9 ആൻസറിലുണ്ടാകും, 24 ആൻസറിലുണ്ടാകും. അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? 24 തൊഴിലാളികൾ വേണം. അതേ ജോലി 30 മണിക്കൂർ കൊണ്ട് തീർക്കാൻ ഇനി എത്ര തൊഴിലാളികൾ കൂടി വേണമെന്നും കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ എത്രയാണ്? 9 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാത്സും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ 1 ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മൂന്നിന്റെയും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം. നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു 10-20 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ ആ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നാളെ കാണാം. താങ്ക് യു.